പ്രിയമുള്ളവരെ, CPIM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന നാടകോത്സവത്തിൽ തൃപ്പൂണിത്തുറ വനിതാ സാഹിതി അവതരിപ്പിച്ച കോളിംഗ് ബെൽ എന്ന നാടകമാണ് ഇത്. അപ്പോൾ അതിൻ്റെ രംഗത്തേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത് never stop, I'll get it if I want it. Gotta make to myself a promise. That's what makes a personality is tragedy, bro. So keep your head on your shoulders. Now we ain't out here moving rocks, we out here moving boulders. Now we ain't getting posterized, we out here making posters. And we ain't got nothing to hide, we move forward like soldiers. You better wake up for the pay stub or you'll pay up. Don't make love to the game, bro, fuck the game up. Change up, rearrange stuff to your greatness. Famous for the way up, play the game, bro. Never stop, I'll get it if I want it. Gotta make to myself a promise. I won't quit, keep going till I got it. I won't give up till I'm on top, yeah. You know I'm always honest, there ain't no way I'm ever stopping. I won't quit, keep going till I got it. I won't give up till I'm on top, I'm always flirting with pain, she like to hurt me and maim. I'm always working to change, but she's still lurking the same. I keep on building a dynasty while the haters be trying me, but they hate from inside. You see, hate അപ്പോൾ themselves as a രംഗത്ത് ഇരിക്കുന്ന എല്ലാ ക്യാരക്ടറിൻ്റെയും പേര് നമുക്ക് പറയാം. TV ശരിയാക്കി നോക്കുന്നത് നിർഭയയും മനീഷയുമാണ്. മനീഷ സംസാരിക്കില്ലാത്ത ഒരു കുട്ടിയായിട്ടാണ്, ഒരു പെണ്ണായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ധൂപവുമായി രംഗത്തേക്ക് വരുന്നത് സാവിത്രി എന്ന കഥാപാത്രമാണ്. അവിടെ ഇരിക്കുന്നത് സൗമ്യ എന്നുള്ള എൻ്റെ ക്യാരക്ടറാണ്. പിന്നെ ബൽക്കിസ് ബാനുവാണ് അവിടെ പർദ്ദയിട്ടിരിക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ മുന്നിലിരിക്കുന്നത് സെലിൻ എന്ന കഥാപാത്രമാണ്. അവിടെ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് സുലേഖ എന്നുള്ളൊരു ക്യാരക്ടറും കൂടിയാണ്. അപ്പോൾ പാട്ട് വയ്ക്കുമ്പോൾ ആ പാട്ട് മാറ്റി എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ വെക്കേ. എൻ്റെ കുഞ്ഞി, ആ പാട്ട് മാറ്റി എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ വെക്കേ. നീയേ വാർത്ത വെച്ചിട്ട് എന്തിനാ? ദുരന്തങ്ങളെ ആഘോഷമാക്കുന്നത് കാണാനോ? എല്ലാത്തിലും മുഖമില്ലാത്ത കുറേ ആൾക്കാർ മാത്രം. അല്ലേലും ഈ സന്ധ്യാസമയത്ത് നല്ല കീർത്തനങ്ങളാണ് കേൾക്കേണ്ടത്. സാരീഗമ അങ്ങനെയൊന്നുമല്ല. ലംബോദര ലഘുമികര അംബാസുത അമര വിനോദ അല്ലേലും ഇതൊക്കെ അടുക്കളയിലല്ല പാടേണ്ടത്, അരങ്ങത്ത് പോയി പാടണം. അറിവെച്ച കാലം മുതലേ അടുക്കളയിലാണ്. പിന്നെ എങ്ങനെയാണ്? ഓ, ഇന്നും പച്ചക്കറിയാ? പച്ചക്കറി കഴിക്കാത്തവരും ഇവിടെ ഉണ്ട് കേട്ടോ. അവരവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും ഇനി കഴിക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കണ ഭക്ഷണം കഴിക്കണം. ഓ, അങ്ങനെ ഇഷ്ടക്കിടക്കെ നോക്കി കഴിക്കാൻ നമ്മളെ കിട്ടൂലേ? അതൊക്കെ ആണുങ്ങളുണ്ടാക്കുന്ന നിയമവും ഭരണവും നടക്കുന്ന നാട്ടിൽ. നിങ്ങളതൊക്കെ സഹിച്ചിട്ടുണ്ടാവും. ഇവിടെയെങ്കിലും അതൊന്നും വേണ്ടാന്ന് വെച്ചൂടെ? ഓ, പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ ഇപ്പോൾ നീയും ഞാനും ഒക്കെ ഒരേ മുറിക്കകത്തായില്ലേ? ആ, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ ഇന്നു മുതൽ ഡയറ്റിങ്ങിലാട്ടോ. നീ ഓൺലി ഫ്രൂട്ട്സ്. അതെന്താ പെട്ടെന്നൊരു ഡയറ്റിങ്? പെട്ടെന്നൊന്നുമല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്. നിനക്ക് എന്തോന്ന് ഹെൽത്ത് ഇഷ്യൂസ്? വിശപ്പാ? കുഞ്ഞേ, നീ ഇത് കഴിച്ചോ. ഇപ്പോൾ TV-യിൽ ന്യൂസ് കാണിക്കുകയാണ്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ കേസിൽ രാജ്യത്തെമ്പാടും വൻ പ്രതിഷേധമാണ് അരങ്ങേറുന്നത്. ഇന്നലെയാണ് അർദ്ധനഗ്നാവസ്ഥയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് മുൻപ് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് പ്രതിയുടെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം മൂലമാണെന്ന് ആരോപണമുണ്ട്. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നേരെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ കാതടപ്പിക്കുന്ന ഒരു
സൗണ്ടാണ് ടി വിയിൽ നിന്നും കേൾക്കുന്നത്. എല്ലാവരും കാത് പൊത്തുന്നു. അതിനുശേഷം കോളിംഗ് ബെൽ അമർത്തുമ്പോൾ എല്ലാവരും ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. ഓ, പണ്ടാരടങ്ങാനായിട്ട്. ഇനി ആരാണാവോ എന്തോ കോലുമേ തൂങ്ങിൻ്റെ കാലുമേ തൂങ്ങാനായിട്ട്. ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞ് എല്ലാവരുടെയും മൂഡ് കളയല്ലേ. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരുടെയും മൂഡ് പോവാത്ത കുഴപ്പമേ ഉള്ളൂ. ചേച്ചി പറഞ്ഞ ശരിയല്ലേ, എന്തൊരു ഹോട്ടായി മുറി. ചൂടാ നിനക്കാ? അപ്പം എൻ്റെ ഈ പർദ്ദയ്ക്കുള്ള ചൂടിനെ പറ്റി ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയ്ക്ക് ചൂടാണെങ്കിൽ ഈ മുറിക്കകത്തിരിക്കുമ്പോഴെങ്കിലും നിനക്കതൊന്ന് അഴിച്ചു വെച്ചൂടെ? ചില കാര്യങ്ങൾ അങ്ങനെയാ മോളെ, തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ എല്ലാം കഴിഞ്ഞാലും. കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട്. എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. ചേച്ചി ഒന്ന് പോയി നോക്കിക്കേ, ഇവരെല്ലാം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് എത്ര കാലാന്ന് വെച്ചിട്ടാ ഇങ്ങനെ സഹിക്കുന്നത്? ആകെ ഒരു ചെറിയ മുറിയല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി തന്നേക്കണത്. ഇതിൽ എത്ര ആളുകളെന്ന് വെച്ചാൽ കുത്തി കയറ്റണത്? വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കല്ലേ. മോളെ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞേക്കുന്നു, ഇവിടെ വിളക്ക് വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന്. നമുക്കിവിടെ ഒരു ദൈവവും ഇല്ല. ഞാൻ എല്ലാവരുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. സമാധാനമാണ് വേണ്ടതെങ്കിൽ ഒരാളെ കൂടി ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അവരെവിടെ പോകും? മനീഷ എന്തായാലും ഇതിനൊരു സിസ്റ്റം വേണം. എല്ലാവർക്കും എല്ലാ കാലത്തും ഇതിനകത്ത് ഇങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ. ആരെങ്കിലുമൊക്കെ പുറത്തു പോയല്ലേ പറ്റൂ. എന്നാലേ ഇപ്പോൾ വന്നൊരു പുറത്ത് നിൽക്കട്ടെ, നമ്മളെന്തിനു പുറത്തു പോകണം അല്ലേ ചേച്ചി? പിന്നല്ലാതെ. ഇതിപ്പോ എണ്ണം കൂടി വരികയാണ്. വാർത്ത കണ്ടിട്ടാണെങ്കിൽ ദിവസവും ആരെങ്കിലുമൊക്കെ വരാനാണ് സാധ്യത. എത്രയാളെ നമ്മളിങ്ങനെ പുറത്തു നിർത്തും? എല്ലാവരെയും. അവരൊന്നും നമ്മുടെ ആരുമല്ലല്ലോ. നമ്മളാരും ആരുടെയും ആരുമല്ലല്ലോ. നീ എൻ്റെ ആരെങ്കിലും ആണോ? ഈ ചേച്ചി എൻ്റെ ആരെങ്കിലും ആണോ? എന്നിട്ടും നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ച് കഴിയുന്നില്ലേ? അല്ല, പക്ഷേ ആരെങ്കിലും നമ്മുടെ സമ്മതം ചോദിച്ചിട്ടുണ്ടോ? എല്ലാവരെയും ഈ മാടുകളെ പോലെ ഇതിനകത്ത് തള്ളി കയറ്റിയതല്ലേ. കോളിംഗ് ബെൽ. ഇത്രയേറെ പെണ്ണുങ്ങൾ ഇനിയും കൂടിയേക്കാം. ഇവരെയൊക്കെ എവിടെ താമസിപ്പിക്കും? ഇല്ല, ചേച്ചി എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങളിവിടെ ഹോസ്റ്റൽ നടത്തുകയൊന്നും അല്ലല്ലോ. പുറത്തുള്ളവരുടെ കാര്യം അത് അവർ നോക്കിക്കോളും. യെസ്, എക്സാക്ട്ലി. യു ആർ ഓൾസോ എ വിക്ടിം. തുടങ്ങിയല്ലോ മദാമ ഇംഗ്ലീഷ് നമുക്കൊന്നും മനസ്സിലാവാതിരിക്കാൻ. വിക്ടിമാ? അതെന്ത് കുന്താണ്? ഞാൻ മദാമയൊന്നുമല്ല. നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്തത് എൻ്റെ കുറ്റമൊന്നുമല്ല. ഒന്ന് നിർത്ത് ചേച്ചി. വിക്ടിം എന്ന് വെച്ചാൽ ഇരാ. അങ്ങനെയാണല്ലേ. അന്നാ 10-12 വയസ്സിൽ പഠിത്തം നിർത്തിയിട്ട് കെട്ടിച്ചു വിട്ടത് പിന്നെ ഞങ്ങളും വിക്ടിമാ. വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. ഈ കുടുസുമുറിയിൽ ഒരാൾ കൂടി എങ്ങനെയാ? അല്ലെങ്കിൽ അവരെ അകത്ത് കയറ്റണമെങ്കിൽ നമ്മളിൽ ആരെങ്കിലും പുറത്തു പോകേണ്ടി വരും. ആര് പുറത്തു പോകും അല്ലെങ്കിൽ ആര് പുറത്തു പോകുമെന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? ഞാൻ ഒരു കാര്യം പറയാം. ആരാണ് നമ്മളെ ഉപദ്രവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. അച്ഛൻ, സഹോദരൻ, ഭർത്താവ്, അങ്ങനെയുള്ളവരാരെങ്കിലും ആണെങ്കിൽ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ പുറത്തു പോകണ്ട അല്ലേ? അപ്പം നമ്മൾ സേഫാട്ടോ. അപ്പം മനീഷ തന്നെ ഉപദ്രവിച്ചത് ആരാണെന്ന് ആംഗ്യഭാഷയിൽ കാണിക്കുകയാണ്. അവളെ പഠിപ്പിച്ച അവളുടെ അധ്യാപകൻ തന്നെയായിരുന്നു അവളെ പീഡിപ്പിച്ച് കൊന്നത്. അതാണ് അവൾ ആംഗ്യഭാഷയിൽ എല്ലാവരോടുമായിട്ട് കാണിക്കുന്നത്. എല്ലാവരും വളരെയധികം ദുഃഖത്തിൽ ആണ്.
മനീഷയുടെ ദുഃഖം കണ്ട്. ഒരു ക്ലാസ് മുറിയുടെ ഇരുട്ടിൽ വെച്ച് സ്വന്തം അധ്യാപകനാണ് ഇവളെ. ഈ മിണ്ടാപ്രാണിയെയാണോ നമ്മൾ പുറത്താക്കേണ്ടത്? അതിനുശേഷം ലൈറ്റ് ഓഫാണ്. ഇനി എൻ്റെ കഥാപാത്രമായ സൗമ്യ താൻ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ട്രെയിനിൻ്റെ സൗണ്ട് ഉണ്ട്, പക്ഷെ അത് ഞാനിവിടെ കേൾപ്പിക്കാത്തത് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ്. എൻ്റേതൊരു യാചകനായിരുന്നു, ഒരൊറ്റക്കയ്യൻ. ജോലി സ്ഥലത്ത് നിന്നും വീട്ടിലേക്കുള്ള യാത്രക്കിടെ അന്ന് ട്രെയിൻ പതിവിലും വൈകി വന്ന ആ ദിവസം സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ കയറിപ്പറ്റിയ അവൻ അപ്പോൾ ആ ഒരു സൗമ്യയെ ഗോവിന്ദചാമി ഉപദ്രവിച്ച ആ സീൻ ഇവിടെ ദൃശ്യാവിഷ്കരിക്കുകയാണ്. നിന്നെപ്പോലെ തന്നെയായിരുന്നു ഞാനും. ട്രെയിനു പകരം മെട്രോ നഗരത്തിൽ ഒരു രാത്രി ബസ്സിൽ കൂട്ടുകാരനോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു എന്നെ. ആഘോഷിക്കപ്പെട്ടതായിരുന്നു എൻ്റെ ദുരന്തം. അതിൻ്റെ വാർത്തകൾ, എനിക്ക് വേണ്ടി തെളിക്കപ്പെട്ട എത്രയെത്ര മെഴുകുതിരികൾ, ഉയർന്നു പൊങ്ങിയ ശബ്ദങ്ങൾ. ആൾക്കൂട്ടത്തിന്റെ കണക്കൊന്നും ആരും പറയണ്ട. മെഴുകുതിരി കത്തിച്ചിട്ട് എന്തായി? അതിനുശേഷമല്ലേ ഇവൾ വിട വന്നത്. ദേ ഇവളോ. എന്തായാലും ഇതിനൊരു തീരുമാനം വേണം. വേട്ടക്കാരൻ്റെ പ്രായം അതൊന്നും നോക്കിയാലോ. പീഡിപ്പിച്ചുവൻ്റെ പ്രായം ഒരു 50 വയസ്സിൽ താഴെയുള്ളവർ ഇവിടെ നിൽക്കട്ടെ. എടി നിന്റെ കെണി എനിക്ക് മനസ്സിലായടി. 60 കഴിഞ്ഞ് എൻ്റെ കെട്ടിയവനാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് നിനക്ക് നല്ലപോലെ അറിയാലേ. അതുകൊണ്ടല്ലേ ഇപ്പോൾ നീ ഇതിവിടെ വന്ന് പറയുന്നത്. ചേച്ചി വേവലാതിപ്പെടണ്ട. എന്നെ പീഡിപ്പിച്ച ഒരാൾക്ക് 50, മറ്റൊരാൾക്ക് 40 പ്രായം. അപ്പോൾ 90. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാനാ പുറത്തു പോകേണ്ടത്. അപ്പോ എൻ്റേത് ഒരാൾക്കൂട്ടമായിരുന്നു. ബൽക്കീസ് ബാനുവാണ് രംഗത്ത് ഇത് പറയുന്നത്. ബൽക്കീസ് ബാനു അവരെ പീഡിപ്പിച്ച് കൊന്ന കഥയാണ് ലൈറ്റ് ഓഫിന് ശേഷം കാണിക്കാൻ പോകുന്നത്. അടുക്കളയിൽ കുഞ്ഞിനുള്ള കുറുക്ക് തയ്യാറാക്കുകയായിരുന്നു ഞാൻ.
കലാപത്തെരുവിൽ നിന്നും വീട്ടിലേക്ക് ഇരിച്ചു കയറിയവർ. അതിൽ അവർക്കെല്ലാം ഒരേ മുഖമായിരുന്നു, ഒരേ പ്രായമായിരുന്നു. അതിനുശേഷം ബൽക്കിസ് ബാനുവിൻ്റെ റേപ്പ് സീനാണ് അവിടെ കാണിക്കുന്നത്. അവിടെ വിക്റ്റിമായിട്ട് ഞാനും നിർഭയായി അവതരിപ്പിക്കുന്ന പൂജയാണ് കൊലപാതകിയായ ആളുമായിട്ട് അവതരിപ്പിക്കുന്നത്. ബൽക്കിസ് ബാനുമായിട്ട് വേഷമിട്ടത് സുനീത ചോയ് എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ഒരു തീരുമാനത്തിലെത്താൻ നമ്മൾ ഇനിയും വൈകരുത്. കൊല്ലപ്പെട്ടത് എങ്ങനെയാന്ന് നോക്കിയാലോ. മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ എന്നെ കയറി പിടിക്കുമ്പോൾ അവനോട്, എൻ്റെ മോനോട് ഞാൻ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞതാ, ഞാൻ നിൻ്റെ അമ്മയാണെന്ന്. കീഴ്പ്പെടുത്താനുള്ള അവൻ്റെയും കുതറി മാറാനുള്ള എൻ്റെയും ശ്രമത്തിനിടയിൽ ചുവരിൽ തല ഇടിച്ച് ചോര വാർന്നാണ് ഞാൻ. അപ്പോൾ മനീഷ ആംഗ്യഭാഷയിൽ അധ്യാപകൻ തലയിടിപ്പിച്ചാണ് കൊന്നത് എന്നുള്ള കാര്യം പറയുന്നു. അതിനുശേഷം സെലിനാണ് പറയുന്നത്, മൂക്കറ്റം കുടിച്ചു വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ഭർത്താവിന് എൻ്റെ ശരീരത്തോട് വല്ലാത്ത ആസക്തിയായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും ക്രൂരമായ ഒരു തരം കീഴടക്കൽ. അന്ന് തിമിർത്ത് പെയ്യുന്ന ആ മഴരാത്രിയിൽ എൻ്റെ താല്പര്യമില്ലായ്മയുടെ ചെറുത്ത് നിൽപ്പിനിടെ ഒരു തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് അയാൾ അവസാനിപ്പിച്ചു. ചത്തുവെന്ന് ഉറപ്പായിട്ട് പോലും അയാൾ എന്നെ എൻ്റേതൊരു കൊലപാതകമായിരുന്നില്ല. ആ സംഭവത്തിന് ശേഷമുണ്ടായ ഭയപ്പെടുത്തുന്ന ഏകാന്തത, ഒറ്റപ്പെടൽ, പൊരുതി നിൽക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ പതറിപ്പോയ മനസ്സ്, അടക്കം പറച്ചിലുകളുടെയും തുറിച്ചു നോട്ടങ്ങളോടെയും വിചാരണ ചെയ്യപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ സ്വയം ജീവനൊടുക്കുകയായിരുന്നു. ഓ, അപ്പോൾ നിനക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഞങ്ങൾക്കൊന്നും
ഒന്ന് കരയാൻ പോലും നേരം കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ചേച്ചീനെ പുറത്താക്കണമെന്നോ? ഞാനൊന്നും ഉദ്ദേശിച്ചില്ല. നമ്മളെപ്പോലെ കഴുത്ത് ഞെരിക്കപ്പെടുകയോ ചോര വരികയോ ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവരനുഭവിച്ചത് വേദന തന്നെയാണ്. അതെ, അത് അത്ര പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാകണമെന്നില്ല. ഓ, വലിയ പഠിപ്പുകാരി വന്നേക്കുന്നു. ഇവിടെ പുര കത്തുമ്പോൾ ഒരിക്കലും നടക്കാത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണ കണ്ടില്ലേ? നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കിയിരിക്കുന്നതിലും ഭേദം പുസ്തകത്തിൽ നോക്കിയിരിക്കുന്നതാ. ഞങ്ങൾ പുറത്തു പോകണമെന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ പോയേക്കാം. അങ്ങനെയെങ്കിൽ ഒന്ന് പോ. ഇപ്പോൾ ഞങ്ങൾ ശല്യക്കാരായല്ലേ, ഞങ്ങൾ പോയേക്കാം. പിന്നെ എന്താ പറഞ്ഞോണ്ട് നിൽക്കുന്നത്? ഒന്ന് പോയിക്കോടെ. പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പിടിച്ച് പുറത്താക്കും, അത്ര തന്നെ. എന്നാ അതൊന്ന് കാണണമല്ലോ. നിർത്ത, മതി. ആരും പോകുന്നില്ല, ഇവിടെ നിൽക്കും എല്ലാവരും. ഇതുപോലെ ഒരിക്കൽ ഈ വാതിലിൽ വന്ന് മുട്ടിയവരല്ലേ നമ്മൾ ഓരോരുത്തരും. ആരായാലും അവർ അകത്ത് കയറേണ്ടവർ തന്നെയാണ്. ഇവിടെ ഉള്ള സ്ഥലത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇത്രയും നാൾ അങ്ങനെ തന്നെയല്ലേ കഴിഞ്ഞത്, ഇനിയും അങ്ങനെ തന്നെ. എന്തായാലും പുറത്തുള്ള ചെകുത്താന്മാരുടെ കൂടെ ജീവിച്ചതിലും ഭേദമല്ലേ. ഇത് കേട്ട് എല്ലാവരും ശാന്തരാകുന്നു. അപ്പോൾ മനീഷ പുറത്തു നിൽക്കുന്നത് ആരായാലും അവരെ പോയി വിളിക്കൂ എന്ന് ആംഗ്യ ഭാഷയിൽ പറയുന്നു. ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും സമാധാനിപ്പിച്ച് അവരവരുടെ സ്ഥലങ്ങളിൽ ഇരുത്തുന്നു. എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. പുറത്ത് നിൽക്കുന്ന ആ വ്യക്തി ആരായാലും അകത്തേക്ക് ക്ഷണിക്കുക തന്നെ എന്നുള്ള തീരുമാനത്തിലേക്ക് എല്ലാവരുടെയും മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. സാവിത്രി ആണ് പുറത്തു നിൽക്കുന്ന ആളെ വിളിക്കാനായിട്ട് പോയിരിക്കുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിയിച്ചുകൊണ്ട് ഏറെ ഞെട്ടിത്തരിച്ചു പോയി എല്ലാവരും. 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കടന്നു വന്നത്. പീഡിപ്പിക്കപ്പെട്ട് എല്ലാവരുടെയും നെഞ്ചിൽ പൊള്ളുന്ന സങ്കടമായിരുന്നു. എല്ലാവരിലെയും മാതൃത്വം നമുക്ക് കാണാനായി. കുട്ടി എല്ലാവരുടെ അടുത്ത് വന്ന് എല്ലാവരും ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് എല്ലാവരും. കുഞ്ഞിനെ അവിടെ ഇരുത്തി എല്ലാവരും ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കുട്ടി എല്ലാവരുടെയും മുഖത്തേട്ട് നോക്കിയപ്പോൾ എല്ലാവരും പൊട്ടിക്കരഞ്ഞുപോയി. ആ സമയത്താണ് TV-യിൽ ന്യൂസ് കാണുന്നത്. അടുത്ത ഒരു പീഡന കഥയുമായിട്ട് ഒരു ന്യൂസ്. ആ ന്യൂസ് കഴിയുന്നതോടുകൂടി ഒരു നീണ്ട കോളിംബെല്ലാണ് അവിടെ കേൾക്കാൻ സാധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പീഡനങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. നമ്മുടെ ലോകത്ത് പീഡനങ്ങൾ തുടരുന്നതാണ്. അത് നീക്കം ചെയ്യാൻ നാം തന്നെ ശ്രമിക്കാതെ പറ്റുകയില്ല. അതിനെതിരെ പോരാടണം. അപ്പോൾ ഇനിയും സ്ത്രീകൾ ഈ വീട്ടിലേക്ക് വന്ന് ചേർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിഗ്നലായിട്ട് കാണിക്കുന്നത്. അപ്പം അടുത്ത കോളിംഗ് ബെൽ അടുത്ത ആളുടെയാണ്. അടുത്ത പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തി ആ കോളിംഗ് ബെല്ല് അമർത്തുകയാണെന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ കാണിക്കുന്നത്. ഞങ്ങളുടെ ഈ നാടകത്തിന് 1-ാം സ്ഥാനം അടിച്ച്